നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ സിലബസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു. അതിൽ 4 ഹാബിറ്റാറ്റ് ടെക്നോളജി എന്ന് പറയുന്നതിൽ 4 മൊഡ്യൂളുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. അതിലെ ആദ്യത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് ക്ലൈമറ്റോളജി. But before going on to climatology, we will see what habitat technology means. എന്താണ് habitat technology? ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ്, what do you mean by habitat technology? This is not a familiar term. So what do you mean by this? എന്ന് ചോദിച്ചാൽ you should be able to answer. Or else you should be familiar with what is habitat and what is technology. അപ്പോൾ എന്താണ് ഹാബിറ്റാറ്റ് എന്നും എന്താണ് ടെക്നോളജി എന്നും നമുക്ക് ഫെമിലിയർ ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി വാണ്ട്. നമുക്ക് ആവശ്യമുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ഇത്, ബേസിക് ആയിട്ട് ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആൻഡ് വി ഡിസ്കസ്ഡ് ഇൻ ദി പ്രീവിയസ് സെഷൻ അബൌട്ട് വാട്ട് ഈസ് ഹാബിറ്റാറ്റ്. ഹാബിറ്റാറ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് വി കെയിം ടു എ കൺക്ലൂഷൻ ദാറ്റ് ഇറ്റ് ഈസ് the place where all the living beings live. എല്ലാ ലിവിങ് ബീയിങ്സും താമസിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് every being has to adapt to their natural surroundings. എല്ലാ ലിവിങ് ബീയിങ്സിനും അതിൻ്റെ നാച്ചുറൽ സറൗണ്ടിങ്സുമായിട്ട് അഡാപ്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന, അതായത് സ്വാഭാവിക ആവാസ വ്യവസ്ഥ. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് ആനിമൽസിന് നമുക്ക് അറിയാം, എല്ലാ ആനിമൽസിനും ഒരേ സ്ഥലത്ത് ജീവിക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ടേക്ക് ഫോർ എക്സാമ്പിൾ, വി വിൽ ടേക്ക് ദി പോൾ ധ്രുവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണുന്ന നമ്മുടെ പശുവിനെയും ആടിനെയും കോഴിയും ഒന്നും നമുക്കവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ കാണാൻ പറ്റുന്നത് ആ ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റഡ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന മൃഗങ്ങളെ ആയിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പോളാർ ബിയറിനെ കാണാം. അതേപോലെയുള്ള തണുപ്പ് നമുക്ക് ആ തണുപ്പ് സ്ഥലങ്ങളിൽ ജീവിക്കാൻ അഡാപ്റ്റഡ് ആയിട്ടുള്ള ജീവികളായിരിക്കും അവിടെ ഉണ്ടാകുക. സോ ദാറ്റ് ഈസ് ദി നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓർ ദി നാച്ചുറൽ എൻവയൺമെൻറ്റ് വിച്ച് വി കോൾ ഹാബിറ്റാറ്റ്. അതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറയും. അപ്പോൾ പോളാർ ബെയറിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ പോൾസ്, ബിക്കോസ് നോവെയർ എൽസ് ഇറ്റ് ക്യാൻ ലീവ്. വേറൊരു സ്ഥലത്തും അതിന് താമസിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് ഡിഫറെൻ്റ് എൻവയൺമെൻറ്റ്സ്, ഈ പലതരം എൻവയൺമെൻറ്റ്സിനെയാണ്. അപ്പോൾ എല്ലാത്തിനും ഒരുപോലെയല്ല, ഓരോന്നിനും ഓരോ രീതിയിലാണ്. ദീസ് ഡിഫറെൻ്റ് എൻവയൺമെൻറ്റ്സ് ആർ കോൾഡ് ഹാബിറ്റാറ്റ്സ്. ഇതിനെയാണ് നമ്മൾ ഹാബിറ്റാറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇഫ് സംബഡി ആസ്ക് യു അബൌട്ട് വാട്ട് ഈസ് ഹാബിറ്റാറ്റ്, യു ക്യാൻ ഈസിലി ആൻസർ ദാറ്റ്. സി എവറി ബീയിങ് ഈസ് adapted to live in their natural surroundings, and these different environments are called habitats. See, why I am saying this is, you might have a question. നിങ്ങൾക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഡിഫൈൻ ഹാബിറ്റാറ്റ് എന്ന് ചിലപ്പോൾ ഒരു ചോദ്യം കാണാൻ സാധ്യതയുണ്ട്. ഇൻ ദി ഫസ്റ്റ് പോർഷൻ വെയർ ഇറ്റ് ക്യാരീസ് 2 marks, 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ യു ഹാവ് ടു ആൻസർ ഇറ്റ്. അത് നിങ്ങളത് ആൻസർ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോയിൻറ്റ്സും അവിടെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ see what kind of environment is this? It's a type of natural environment. ഇതൊരു നാച്ചുറൽ എൻവയൺമെൻ്റ് ആണ് in which a particular species of organism lives. ഇങ്ങനെ പറഞ്ഞാലും മതി. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് നാച്ചുറൽ, ഒരു പ്രകൃതി തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എൻവയൺമെൻ്റ് ആണ്. ആ സ്ഥലത്ത് അതിന് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഏതൊക്കെ ഓർഗാനിസംസ് ഉണ്ടോ അതിൻ്റെ എല്ലാം ഹാബിറ്റാറ്റ് ആ സ്ഥലമാണെന്ന് പറയും. So that's why it is said that it's a habitat is the type of natural environment in which a particular species of organism lives.
അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ഒരു ഏതെങ്കിലും ഒരു സ്പീഷീസ് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിനെയാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. So this is very important because you should not go wrong in the question what is habitat. Okay. അപ്പം ഇത് പല ജീവികൾക്കും പല ഹാബിറ്റാറ്റ് ആണെന്ന് നമുക്കറിയാം. പല നാച്ചുറൽ എൻവയോൺമെൻറ്റിലാണ് ജീവിക്കുന്നത്. ആക്ച്വലി ഇൻ ദി പ്രീവിയസ് സെഷൻ വി ഡിസ്കസ്ഡ് അബൌട്ട് റാറ്റ്സ്. എലികളെ പറ്റി നമ്മൾ നോക്കി. അതിൻ്റെ നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അത് മാളങ്ങളിലാണ്, മണ്ണിനടിയിലാണ് പലപ്പോഴും അത് താമസിക്കുക. അല്ലെങ്കിൽ ഇരുണ്ട സ്ഥലങ്ങളിൽ, വെയിലൊന്നും അടിക്കാത്ത സ്ഥലങ്ങളിൽ, തണുപ്പുള്ള സ്ഥലങ്ങളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അത് സാധാരണയായിട്ട് ഉണ്ടാവുക. ബിക്കോസ് അതിന് അങ്ങനെ പറ്റുള്ളൂ. if it is taken to some other place, then it will struggle to survive. അപ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ അതിനെ മാറ്റാൻ ശ്രമിച്ചാൽ അതിനവിടെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ജീവിക്കാനായിട്ട്. ദാറ്റ് ഈസ് വൈ ഐ സെഡ്, നിങ്ങൾ ഒരു എലിയെ പിടിച്ചിട്ട് വെയിലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം കഴിയുമ്പോൾ, ഒരു അരമണിക്കൂർ കഷ്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ചത്തിരിക്കുന്നത് കാണാം. ഓക്കെ, ബിക്കോസ് ഇറ്റ് കനോട്ട് അഡാപ്റ്റ് ടു ദാറ്റ് എൻവയോൺമെൻറ്റ്. ആ എൻവയോൺമെൻറ്റുമായിട്ട് അതിന് അഡാപ്റ്റ് ആവാൻ പറ്റുന്നില്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ, then the second term in habitat technology is the technology. And what do you mean by technology? എന്താണ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്താണ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ? Can somebody give a guess about what is technology? ആരെങ്കിലും ഒരു ഗസ് തരാമോ? ഗസ് പറയാമോ എന്താണ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ? Don't bother about whether it is right or wrong. You just can give the answer that you know. നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി. എന്താണ് നിങ്ങളുടെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ലെറ്റ് മീ സീ. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവുകൾ. ഓക്കെ, പ്രാക്ടിക്കലി കൊണ്ടുവരുന്നു. ഓക്കെ, see there is an answer from Deepak Lal that scientific ആയിട്ടുള്ള അറിവുകൾ പ്രാക്ടിക്കലി കൊണ്ടുവരുന്നു. അതിനെയാണ് നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത്. ആൻഡ് ശ്രീരാഗ് answered it as scientific aspect. Okay, so we will see what technology is. നമുക്ക് എന്തായാലും നോക്കാം ഈ പറഞ്ഞതൊക്കെ തന്നെയാണോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഇത് ഈ ഒരു ടേം നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ്. പല National Institute of Technology, Indian Institute of Technology, then different private engineering colleges are called colleges of technology. കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയും. ചില കോളേജുകളെ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്ന് പറയും. ചില കോളേജുകളെ കോളേജ് ഓഫ് ടെക്നോളജി എന്ന് പറയും. ഇങ്ങനെ പല രീതിയിലാണ് പറയാറ്. So we will just see what it is. See the application of scientific knowledge for practical purposes, especially in an industry. അപ്പോൾ ഒരു സയൻറ്റിഫിക് നോളജ്, നേരത്തെ പറഞ്ഞ പോലെ സയൻറ്റിഫിക് നോളജിൻ്റെ ആപ്ലിക്കേഷനാണ്. പ്രാക്ടിക്കൽ പർപ്പസസിന് വേണ്ടി സയൻറ്റിഫിക് നോളജ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു ഉദാഹരണം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ ഏതെങ്കിലും ഒരു സയൻറ്റിഫിക് നോളജ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നതായിട്ട് ഉള്ളതൊന്ന് പറയാമോ? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ. ലെറ്റ് മീ സീ. ഏതെങ്കിലും ഒരെണ്ണം പറയാൻ സാധിക്കുമോ? Whether in the case where you are applying the scientific knowledge for practical purposes.
Yes, wheel. Bilal, Muhammad Bilal said wheels, machines, different machines. ഇതിനകത്ത്, yes, very good. Ashwin said machines. See, different machines, yes, communication is another one. These are all actually the scientific knowledge applied. സയൻറ്റിഫിക് നോളജാണ്, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവുകൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ഉപയോഗങ്ങൾക്കായിട്ട് എടുക്കുന്നതിനെയാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ പർപ്പസസിന് വേണ്ടി നമ്മൾ സയൻറ്റിഫിക് നോളജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ ടെക്നോളജി എന്ന് വിളിക്കും. ഓക്കെ, then see, there is an argument, or there is a difference between ടെക്നോളജി ആൻഡ് എൻജിനീയറിങ്. ഇപ്പോൾ ടെക്നോളജിയും എൻജിനീയറിങ്ങും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ നോളജ്, ഈ നോളജ് എന്ന് പറയും, നോളജ് ഓഫ് സയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ ടെക്നിക്സ് ടു മാനുഫാക്ചർ സംതിങ് ന്യൂ. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ടെക്നിക്കുകൾ മനസ്സിലാക്കുന്നതും ഒക്കെ ഇത് മുഴുവനും കൂടെ ചേരുന്നത്, സയൻസിനെ പറ്റിയുള്ള അറിവും പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ടെക്നിക്കുകളും എല്ലാം ചേരുന്നതിനെയാണ് നമ്മൾ എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ, ഈ പഠിച്ചിരിക്കുന്ന സയൻറ്റിഫിക് കാര്യങ്ങൾ ഒരു പ്രാക്ടിക്കൽ ഉപയോഗത്തിനായിട്ട് എടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രയോഗിക്കുമ്പോഴാണ് അതിനെ ടെക്നോളജി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ engineering and technology. Okay, so here we are studying about habitat technology. നമ്മളിവിടെ habitat technology ആണ് പഠിക്കുന്നത്. ഇനിയും ഒരു ഇത് ഇനി ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. The product manufactured by applying the principles of engineering is called technology. അപ്പോൾ എൻജിനീയറിംഗ് തത്വങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റിനെ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ടെക്നോളജി എന്ന് വിളിക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഒരു പ്രോഡക്റ്റിനെ മാനുഫാക്ചർ ചെയ്യുകയാണ്, എന്താണ് അതിൻ്റെ തത്വങ്ങൾ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾസ് ഓഫ് എൻജിനീയറിംഗ് ഓർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് നോളജ്. സയൻറ്റിഫിക് നോളജ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത്. So I think it is clear to everyone what is habitat and what is technology. Okay. അതല്ല നമ്മൾ പഠിച്ച വിശ്വാസം ഉണ്ടെങ്കിൽ പേടിച്ചാൽ പോലെ അത് എന്നാ ചേച്ചി അങ്ങനെ ഡിസ്റ്റന്റ് ആയിട്ട് ബികോം എടുക്കാണെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, നമുക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കണം. ഹലോ വിശാഖ്, വിശാഖ് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി എടുക്കും, വാല്യൂ വേണം ഓർഡർ മതി, അണ്ണാമലയെ ഭാരതീയറ ഉണ്ട്. ഗവൺമെന്റിന് ഡിസ്റ്റന്റ് ആയിട്ട് എടുക്കണമെങ്കിൽ ക്ലാസ്സിൽ കയറണം. ഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റന്റ് പ്രൈവറ്റ് ആയിട്ടാവും, പ്രൈവറ്റ് കോളേജ് ഉള്ളൂ, നല്ല ഡിസ്റ്റന്റ് എടുക്കണം. അത് പറയുന്നത് okay, then see, these are the habitat of different animals. പലതരം ആനിമൽസിൻ്റെ ഹാബിറ്റാറ്റ് നമുക്ക് കാണാം. ഇപ്പോൾ കിളികളുടെ തന്നെ നിങ്ങൾ കിളികളുടെ കൂടുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, പല കിളികളും പല രീതിയിലാണ് കൂടുകൾ വെക്കുക. അതേപോലെ പല സ്ഥലങ്ങളിലും പല ഉയരങ്ങളിലുമാണ് കൂടുകൾ ഉണ്ടാക്കുക. വൈ? ബിക്കോസ് എന്തായിരിക്കും അതിൻ്റെ കാര്യം? അതിന് ഓരോന്നിനും അഡാപ്റ്റ് ചെയ്യാവുന്ന സറൗണ്ടിങ്സ് വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അവർ കൂടുകൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഞാൻ ഈ കാണിച്ചത്. ചില കൂടുകൾ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, ഇൻ ദിസ് മാനർ, ഈ രീതിയിലായിരിക്കും ചിലതൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ ആയിരിക്കാം. ഇങ്ങനെ വലിയ വ്യത്യാസങ്ങളാണ് നമ്മൾ കാണുന്നത്. ആൻഡ് സം ലിവ് ഇൻ ട്രീസ്, ചിലത് ട്രീസിൽ, മരങ്ങളിൽ ജീവിക്കുന്ന കാണാം. Then see, especially when it comes to human beings, ആൾക്കാരെ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ താമസിക്കുന്നത് ഇറ്റ് വിൽ ബി ഇൻ
ഇൻ ഹൗസസ്. സാധാരണയായിട്ട് വീടുകളിലാണ് എല്ലാവരും താമസിക്കുക. ദെൻ ബിക്കോസ് വി ആർ അഡാപ്റ്റഡ് ടു ലിവ് ഇൻ ദിസ് കൈൻഡ് ഓഫ് എൻ എൻവയൺമെൻറ്റ്. ഇത് ഈ രീതിയിലാണ് നമ്മളൊരു എൻവയൺമെൻറ്റ്, ഈ എൻവയൺമെൻറ്റിലാണ് നമുക്ക് താമസിക്കാൻ പറ്റുക. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത നോക്കിയാൽ ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെയാണോ വീടുകളുള്ളത്? ഒരേപോലെ ആവാൻ ഒരു സാധ്യതയുമില്ല. ബിക്കോസ് ഐ വിൽ ഷോ യു സം ഓഫ് ദി ഈ ഹൗസസ്. ഇന്ത്യയിലെയും അല്ലെങ്കിൽ വെളി രാജ്യങ്ങളിലെയും മനുഷ്യരെല്ലാം ഒരേ രീതിയിലുള്ള സ്ഥലങ്ങളിലാണോ താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നോട്ട്. And I will show you some examples. See, these are the type of houses that we have seen in Kerala. കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വീടുകൾ ഈ രീതിയിലായിരുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് അഡാപ്റ്റഡ് ടു ദാറ്റ് കൈൻഡ് ഓഫ് ഈ വീടെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള വീടുകൾ നമ്മളുടെ ക്ലൈമറ്റിനനുസരിച്ചുള്ള വീടുകളാണ്. ഓക്കെ, ബട്ട് സി വെൻ യു സീ ദിസ് ഇൻ കോൾഡ് റീജിയൻസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് വളരെ സ്ലോപ്പൊക്കെ വളരെ സ്റ്റീപ്പ് സ്ലോപ്സ് ആണ് ഇവിടെ കാണുന്നത്. ആൻഡ് വൈ ഈസ് ദാറ്റ്? എന്തായിരിക്കും അതിന് കാരണം അറിയാവോ? ഈ യൂറോപ്പിലും അമേരിക്കയിലും മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ വളരെ കുത്തനെയുള്ള റൂഫുകളായിരിക്കും കാണുന്നത്. എന്തായിരിക്കും അതിന് കാരണം? കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയാണോ? അല്ല. യെസ്, ഷാരൂഖ് സെഡ് ഇറ്റ് ഈസ് നോട്ട്. സി, ഇവിടെ നമുക്കറിയാം ഈ മെജോറിറ്റി ഓഫ് ദി ടൈം ഈ മഞ്ഞ് വീണുകൊണ്ടിരിക്കും. അപ്പോൾ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത് പെട്ടെന്ന് താഴേക്ക് പോരണം. ഇല്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദാറ്റ് ദി റൂഫ് ഈസ് ലൈക്ലി ടു കൊളാപ്സ്. റൂഫ് കൊളാപ്സ് ചെയ്ത് മഞ്ഞിൻ്റെ ഭാരം കാരണം ഇത് കൊളാപ്സ് ചെയ്ത് പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ കൂടുതൽ റൂഫ് ഏരിയ ഉള്ളതുകൊണ്ട് യു വിൽ ഗെറ്റ് മോർ ഹീറ്റ്. ചൂട് കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ അതൊരു വലിയ പ്രാധാന്യമുള്ളതല്ലെങ്കിൽ പോലും സ്റ്റീപ്പ് സ്ലോപ്പ് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ വീടുകളുടെ മുകളിൽ മഞ്ഞടിഞ്ഞിട്ട് ഭാരം വളരെ കൂടും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ യൂറോപ്പിലോ വല്ലതും ആണ് താമസിക്കാൻ പോകുന്നതെങ്കിൽ സംടൈംസ് നമ്മൾ ഒരു ദിവസം ഇപ്പോൾ രാത്രി മുഴുവൻ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇറ്റ് മേ ബി ഒരു നിങ്ങളുടെ കാറൊക്കെ കിടക്കുകയാണെങ്കിൽ കാറൊക്കെ മൂടിക്കിടക്കുന്നത് കാണാം. ദാറ്റ് മീൻസ് ഒരു 4 അടി അല്ലെങ്കിൽ 5 അടി പൊക്കത്തിൽ മഞ്ഞ് വീണിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത്രയും ഹെവി ലോഡ് നമ്മളുടെ റൂഫിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ കോസ് പ്രോബ്ലംസ്. മാത്രമല്ല ഈ ക്ലൈമറ്റിന് അഡാപ്റ്റീവായിട്ടാണ് ഈ വീടുകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ വി ആർ സീയിങ് ഡിഫറെൻറ്റ് ഹൗസസ് or different type of habitats in different areas. പല സ്ഥലങ്ങളിലും പല രീതിയിൽ കാണുന്നത് ക്ലൈമറ്റിനനുസരിച്ച് ജീവിക്കേണ്ടത് കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഹാബിറ്റാറ്റ്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആയിരിക്കും. ദെൻ വാട്ട് ആർ ദി ഇഫക്ട്സ് ഓഫ് ക്ലൈമറ്റ്? ക്ലൈമറ്റിൻ്റെ ഇഫക്ട്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇമ്പാക്ട്സ് ദി ടൈപ്പ് ഓഫ് ഹൗസിങ്. അപ്പോൾ ഇതിന് നമ്മൾ വെക്കുന്ന വീടുകളുടെ ഒക്കെ പ്രത്യേകത ഈ ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ യു ക്യാൻ സീ ഡിഫറെൻറ്റ് ടൈപ്സ്. ഇവിടെ പല തരത്തിലുള്ള വീടുകൾ ഇൻ ദിസ് ഫിഗർ ഇറ്റ് സെൽഫ് യു ക്യാൻ സീ. ദിസ് വൺ ഈസ് എ വെരി കോമൺ ടൈപ്പ് ഓഫ് ഹൗസ്. അപ്പോൾ ഇവിടെ 3 എണ്ണം പറയുന്നുണ്ട്. മൂന്ന് ടൈപ്പ് വീടുകളെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. അതിൽ ദ ഫസ്റ്റ് വൺ ഈസ് ഷാലറ്റ്സ്. It is a framed house with pointed roof, and it is usually built in the mountainous Alps പർവ്വതനിരകളിലൊക്കെ കാണുന്നത് ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ടുള്ള റൂഫ് ഉള്ള വീടുകളാണ്. ഈവൻ നമ്മുടെ കേരളത്തിലൊക്കെ ഈ ടൈപ്പ് വീടുകൾ നമുക്ക് ധാരാളം കാണാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റിന് അനുയോജ്യമായ വീടുകളാണ് ഈ ടൈപ്പ് വീടുകൾ. Then the houses of steels are built in cold regions like Russia. റഷ്യയിൽ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റിൽറ്റ് എന്ന് പറഞ്ഞാൽ തൂണുകളിൽ നിർത്തിയിരിക്കുന്ന വീടുകളാണ് പലപ്പോഴും കാണുക. ഇത് ഈ ഫ്രോസ്റ്റ് വന്നിട്ട് ഈ സോയിലിലുള്ള മഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് ഈ വീടിനെ ഡാമേജ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൂണിൽ പൊക്കി ചെയ്യുന്നത്.
ഇപ്പം നമ്മളുടെ ആറിൻ്റെയൊക്കെ തീരങ്ങളിൽ വീട് വെക്കുമ്പോൾ ഈ സ്റ്റിൽസ് ഇത് ഇങ്ങനെ തൂണുകളിൽ വീട് വെക്കാനാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫ്ലഡ്സ് ആർ ലൈക്ലി ടു ഹാപ്പൻ ഇൻ എവറി സീസൺ. എല്ലാ സീസണിലും ഫ്ലഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വീട് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സേഫ്. അത് കുറച്ച് സേഫായിട്ടിരിക്കും. Then there are you see in the regions of Canada and all, where the snowfall is heavy. Snowfall ഭയങ്കര കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈവൻ പീപ്പിൾ ലിവ് ഇൻ ഇഗ്ലൂസ്. ഇഗ്ലൂ എന്ന് പറഞ്ഞ രീതിയിൽ ഈ മഞ്ഞുകൊണ്ട് തന്നെ ഉള്ള സാധനങ്ങൾ, ചെറിയ വീടുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് താമസിക്കുന്നത് കാണാം. സോ ദീസ് ആർ ഓൾ ബേസ്ഡ് ഓൺ ദി ക്ലൈമറ്റ്. ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പലതരം വീടുകൾ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചുരുക്കം ഒറ്റ വാക്കിൽ പറയാം. അതായത് ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയ്ക്കും മറ്റ് ഫാക്ടേഴ്സിനും അനുയോജ്യമായിട്ട് വേണം നമ്മൾ ഒരു വീട് ഉണ്ടാക്കാൻ. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ വി അഡാപ്റ്റ് ടു ദി സറൗണ്ടിങ്സ്. അങ്ങനെയാണ് നമ്മൾ സറൗണ്ടിങ്സുമായിട്ട് അഡാപ്റ്റഡ് ആയിട്ട് ജീവിക്കുന്നതെന്നർത്ഥം. Then there is a common term which is called climatology. Climatology means, you can see that this is a very common term, ology, because we have studied certain ologies like biology, zoology, then geology. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പഠിക്കുന്നതിനെയാണ് നമ്മളത് ഓളജി എന്ന് പറയുന്നത്. സോ ഹിയർ യു ക്യാൻ സീ ദി ക്ലൈമറ്റോളജി മീൻസ് ഇറ്റ്സ് എ സ്റ്റഡി അബൌട്ട് ദി ക്ലൈമറ്റ്. ക്ലൈമറ്റിനെ പറ്റിയുള്ള പഠനത്തെയാണ് നമ്മൾ ക്ലൈമറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, then it's a study of climate, scientifically defined as average of weather conditions averaged over a period of time. അപ്പോൾ ക്ലൈമറ്റിനെ പറ്റിയുള്ള പഠനം എന്ന് പറഞ്ഞാൽ, ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാലാവസ്ഥയെ പറ്റിയുള്ള പഠനമാണ് ക്ലൈമറ്റോളജി എന്ന് പറയുന്നത്. ഇനിയും ഇത് എങ്ങനെയാണ് ഈ ക്ലൈമറ്റിനെ പറ്റിയുള്ള പഠനങ്ങൾ നമ്മൾ നടത്തുന്നത്? അതിന് ആവറേജ് ഓഫ് വെതർ കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേ ടു ഡേ ഓരോ ദിവസവും വരുന്ന ക്ലൈമറ്റിലുള്ള ചേഞ്ചസിനെ എല്ലാം കൂടെ നമ്മൾ ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒരു പീരീഡ് ഓഫ് ടൈമിൽ പറയുമ്പോഴാണ് ക്ലൈമറ്റോളജി എന്ന്, അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ നോക്കാം. പക്ഷേ അതിനു മുമ്പ് ഈ ക്ലൈമറ്റോളജി എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഡിഫൈൻ ക്ലൈമറ്റോളജി. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഫൈൻ ക്ലൈമറ്റോളജി. ആൻഡ് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയറിക് സയൻസസ്. ഇത് അറ്റ്മോസ്ഫിയറിക് സയൻസസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അറ്റ്മോസ്ഫിയറിൽ ധാരാളം ശാസ്ത്രപരമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ ഒരു കാര്യം മാത്രമാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയറിക് സയൻസസ്. അറ്റ്മോസ്ഫിയറിക് സയൻസസ് നമ്മൾ പഠിക്കുമ്പോൾ അതിലെ ഒരു ബ്രാഞ്ച് മാത്രമാണ് ക്ലൈമറ്റോളജി എന്ന് പറഞ്ഞാൽ. And if somebody asks you, what is this atmosphere? എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, you should be able to answer. And I am asking you that question, what is this atmosphere? എന്താണ് ഈ അറ്റ്മോസ്ഫിയർ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? See, you have studied this in the lower classes. കൊച്ചു ചെറിയ ക്ലാസ്സുകളിലൊക്കെ ധാരാളം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. And that's why I am asking you, what is atmosphere? ഓക്കെ, വി വിൽ നോട്ട് വേസ്റ്റ് ടൈം. നമുക്ക് സമയം കളയുന്നില്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ച് വെക്കുക. ആൻഡ് ഐ വിൽ ഷോ യു വാട്ട് അറ്റ്മോസ്ഫിയർ ഇസ്. ദിസ് ഇസ് കോൾഡ് അറ്റ്മോസ്ഫിയർ. ദിസ് ഇസ് എ പിക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ വെയർ യു ക്യാൻ സീ somebody said, Anjana J. Kumar said it is air envelope.
ദാറ്റ്സ് നോ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് എയർ എൻവലപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. സി ദിസ് ഇസ് ദി ഇറ്റ്സ് എൻ എൻവലപ്പ്, ഒരു എൻവലപ്പ് തന്നെയാണ്. എൻവലപ്പ് സറൗണ്ടിങ് ദി എർത്ത്, എർത്തിനെ സറൗണ്ട് ചെയ്യുന്ന ഒരു എൻവലപ്പാണ്. ഇൻ ദാറ്റ് മാനർ വാട്ട് അഞ്ജന സെഡ് ഇസ് കറക്റ്റ്. ഇറ്റ്സ് എൻ എൻവലപ്പ്. ഇറ്റ്സ് എൻ എൻവലപ്പ് സറൗണ്ടിങ് ദി എർത്ത് ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് ഡിഫറെൻറ്റ് ലെയേഴ്സ്. പല ലെയേഴ്സാണ് ഇവിടെ കാണുന്നത്. ഇതിനെ നമുക്ക്, ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഇതിനെ പല ലെയേഴ്സായിട്ട് തിരിച്ചിട്ടുണ്ട്. ദെൻ ട്രോപ്പോസ്ഫിയർ, stratosphere, mesosphere and thermosphere. And after this thermosphere there is the exosphere, and exosphere is called the outer space. അപ്പോൾ എർത്ത് see when you can take it like this, see a distance of 500 kilometers, up to a distance of 500 kilometers you can call this as the atmosphere. എർത്തിൽ നിന്ന് 500 കിലോമീറ്റർ വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള സ്ഥലം വി വിൽ ടേക്ക് ദാറ്റ് ആസ് ദി ഔട്ടർ സ്പേസ്. അതിനെ നമ്മൾ ഔട്ടർ സ്പേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് ആൻ എൻവലപ്പ്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി റേഞ്ചിങ് ടു 500 കിലോമീറ്റേഴ്സ് സറൗണ്ടിങ് ദി എർത്ത്, ഹാവിങ് ഡിഫറെൻറ്റ് ലെയേഴ്സ്. പല ലെയേഴ്സാണ് ഉള്ളത്. The bottommost layer, which is having a distance of 7 to 16 kilometers, is called troposphere. Then up to 50 kilometers we call it as stratosphere. Then the 80 kilometers, up to 80 kilometers, it is mesosphere. And the up to 500 kilometers, it is called thermosphere. Okay. So that's about the atmosphere. ഇതൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വേണ്ട രീതിയിൽ നമ്മളിത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നുണ്ട്. വേണ്ട രീതിയിൽ ഇതൊന്നും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇത് ഓർത്തിരിക്കത്തക്ക രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ പലപ്പോഴും ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ. ഓക്കെ, ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. See, when you get an opportunity, you should study. അപ്പോൾ നമുക്ക് അത് ഇതുവരെ അറിയത്തില്ല എന്ന് വിചാരിച്ച് ഒരു നാണക്കേടിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൃത്യമായി പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ we are actually now facing a very big problem. ഒരു വലിയ പ്രോബ്ലമാണ് ഫേസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് corona is a problem, that of course is a problem, but the climate is the change of climate, that's a very big problem. വലിയ പ്രോബ്ലമാണ് ചേഞ്ച് ഓഫ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പോൾ ഈ ഓണത്തിൻ്റെ സമയത്തൊന്നും അങ്ങനെ മഴയൊന്നും ഉണ്ടാവേണ്ടതല്ല. സാധാരണഗതിയിൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ് ഇപ്പോൾ കാണേണ്ടത്. ബട്ട് വാട്ട് വി സീ നൗ ഈസ് എല്ലാ ദിവസവും മഴയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും മഴയാണ്. മറ്റേ നമുക്ക് കൃത്യമായിട്ട് മഴക്കാലമൊക്കെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും നമുക്ക് പറ്റുന്നില്ല. ആൻഡ് ദാറ്റ് റെയിൻ ഈസ് ഓൾസോ വെരി ഇൻറ്റൻസീവ്. വളരെ ഇൻറ്റൻസീവായിട്ടുള്ള റെയിനാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ആൻഡ് വെൻ യു ടേക്ക് ദി ടെമ്പറേച്ചർ ഓൾസോ, ദ ടെമ്പറേച്ചർ ഈസ് ഗെറ്റിംഗ് ഹൈ. വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ടെമ്പറേച്ചർ. സോ ദി ഓവറോൾ ക്ലൈമറ്റ് is changing. Okay. And there's a picture showing the position of climate in 1984 and 2005. So within a short period of time, the change is very devastating. വളരെ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. And now we have to study in detail about the climate. Okay. So we will go about what is the meaning of weather and what is the meaning of climate. ഇത് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? നമ്മളിത് രണ്ടും ഒരേ കാര്യത്തിന് വേണ്ടി ഇത് രണ്ടും ഉപയോഗിക്കാറുണ്ട്. എന്താണ് വെതർ എന്ന് പറഞ്ഞാൽ, എന്താണ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ മലയാളം എന്തായിരിക്കും? ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാമോ? കാലാവസ്ഥ.
ഏതാണ് കാലാവസ്ഥ? വെതറാണോ ക്ലൈമറ്റ് ആണോ കാലാവസ്ഥ? ക്ലൈമറ്റ് ആണ് കാലാവസ്ഥ. സോ വാട്ട് ഈസ് വെതർ? ഇപ്പം എന്താണ് വെതർ എന്ന് പറയുന്നത്? പറയാൻ പറ്റുമോ? നമ്മൾ ഈ ടി വിയിലൊക്കെ എല്ലാ ദിവസവും ആ, ഒരു ഒരു റിപ്പോർട്ട് കാണുമല്ലോ ടി വിയിൽ, കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി വെൻ യു ടേക്ക് വെൻ യു ആർ ഹിയറിങ് ഇംഗ്ലീഷ് ന്യൂസ്, നമ്മൾ അതിൽ കേൾക്കുന്നത് ഇറ്റ്സ് നോട്ട് ക്ലൈമറ്റ് റിപ്പോർട്ട്, ഇറ്റ്സ് കോൾഡ് വെതർ റിപ്പോർട്ട്. അതിനെ അവർ പറയുന്നത് വെതർ റിപ്പോർട്ട് എന്നാണ്. അപ്പോൾ വൈ ഇറ്റ് ഈസ് സോ, എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഓക്കെ, സോ യു വിൽ സി. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താന്ന്? If not, we will not waste time. We will just go to weather. ഒരു യെസ്, somebody answered. വെതർ ഒരു ദിവസത്തെ ആണ്. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് കൈലാസ് സെഡ് ഇറ്റ് ഈസ് ടെമ്പറേച്ചർ ആണോ? നോ, നോട്ട് നെസസറി. ടെമ്പറേച്ചർ മാത്രമല്ല, പല കാര്യങ്ങളും ഉണ്ടല്ലോ. ദെൻ വെദർ, ജിഷ്ണു സെഡ് ഇറ്റ് ഈസ് സഡൻ ചേഞ്ച്. ആൻഡ് വാട്ട് അനു സെഡ് ഐ കനോട്ട് റീഡ്. ഒരു സ്പെസിഫിക് റീജിയണിലേത് ക്ലൈമറ്റ് ലോങ് പീരീഡിലേക്കുള്ളതാണ്. ഓക്കെ ഓക്കെ, ക്ലൈമറ്റ് ലോങ് പീരീഡിലേക്കുള്ളതാണ്. That's a sensible answer, what Deepak Lal said. So we will see what that is. See, weather describes what is happening outdoors in a given place at a given time. ഒരു പ്രത്യേക സമയത്ത് എന്താണോ നമുക്ക് മഴയാണോ അല്ലെങ്കിൽ വെയിലാണോ എന്നൊക്കെ ഉള്ളതിനെയൊക്കെയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വളരെ ഷോർട്ട് പീരീഡിൽ ഉള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രത്യേക സമയത്ത് ഒരു ഒരു ചെറിയ സമയത്ത് എന്താണോ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ള വ്യത്യാസം, അതിനെയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. ഓർ യു ക്യാൻ സേ വാട്ട് ഹാപ്പൻസ് ഫ്രം മിനിറ്റ് ടു മിനിറ്റ്, ഓരോ സമയങ്ങളിലും ഉള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഓരോ സമയങ്ങളിലും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതാണ് നമുക്ക് വെതർ എന്ന് പറയുന്നത്. ആൻഡ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് വാട്ട് ഈസ് ഹേർഡ് ഓൺ ടി വി ന്യൂസ് എവറി നൈറ്റ്. എല്ലാ ദിവസവും നമ്മൾ ടി വി ന്യൂസ് കാണുമ്പോൾ എന്താണോ ആ ടി വി ന്യൂസിൽ പറയുന്നത് അതെല്ലാം ആക്ച്വലി ഒരു ദിവസത്തെ ആയിരിക്കും കാര്യങ്ങൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രഷർ പറയും, ടെമ്പറേച്ചർ പറയും, വിൻഡ് പറയും, റെയിൻ പറയും. ഇതെല്ലാം നമ്മൾ ഓരോ ദിവസവും പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ മലയാളം ന്യൂസൊക്കെ ആണെങ്കിൽ എന്താ മഴയുടെ അളവ് പറയുന്നത് കേൾക്കാം. തിരുവനന്തപുരം, കൊച്ചി, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. കോഴിക്കോട്, ഇങ്ങനെയൊക്കെയുള്ള മേജർ സ്ഥലങ്ങളിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അത് ടെമ്പറേച്ചർ പറയും, മഴയുടെ അളവ് പറയും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം. പിന്നെ കാറ്റ് ഇത് ചില സ്ഥലങ്ങളിൽ കാറ്റിൻ്റെ ഇത് പറയും. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഓരോ ദിവസത്തെയുമാണ് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഷോർട്ട് പീരീഡ്, വളരെ ചെറിയ ഒരു സമയത്തെ കാലാവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ചെറിയ സമയത്തെ കാലാവസ്ഥയെ പറ്റി നമ്മൾ പറയുമ്പോൾ വി വിൽ കോൾ ദാറ്റ് ആസ് വെതർ. ഓക്കെ, അപ്പോൾ ഈ ചെറിയ സമയത്തെ കാലാവസ്ഥയെ പറ്റി പറയുന്നത് കൊണ്ടാണ് ടി വി ന്യൂസിലൊക്കെ നിങ്ങൾ കേൾക്കുന്നത് വെതർ റിപ്പോർട്ട് എന്ന്. അല്ലെങ്കിൽ അവിടെ പറയേണ്ടത് ക്ലൈമറ്റ് റിപ്പോർട്ട് എന്നായിരുന്നു പറയേണ്ടത്, തിരിച്ചായിരുന്നെങ്കിൽ. ഓക്കെ, but what we hear from the TV is weather report because it's a period, it's a report of a short time. ഷോർട്ട് ടേമിലുള്ള റിപ്പോർട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് ഒരു ദിവസത്തെ കാര്യം പറയുമ്പോൾ വി വിൽ ടേക്ക് ഇറ്റ് ആസ്, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തെ മാത്രം പറയുമ്പോഴാണ് നമ്മളതിനെ വെതർ എന്ന് പറയുന്നത്. ദെൻ ഇനിയിപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലൈമറ്റിൻ്റെ ഒരു ഉദാഹരണം പറയാമോ? ഏതെങ്കിലും ക്ലൈമറ്റിൻ്റെ ഒരു ഉദാഹരണം പറയാമോ?
ഇപ്പോൾ നമുക്കത് ക്ലിയർ ആക്കാം. ആരെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞേ. തെറ്റോ ശരിയോ ഒന്നും നോക്കണ്ട, പറഞ്ഞോളൂ. യെസ്, ക്ലൈമറ്റ് വളരെ ലോങ് പീരീഡിലുള്ളതാണ്. വാം ക്ലൈമറ്റ്. ഇപ്പോൾ വാം ക്ലൈമറ്റ്, കോൾഡ് ക്ലൈമറ്റ് എന്നൊക്കെ നമ്മുടെ അശ്വിനും അനന്തരാജും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം തണുപ്പ് വന്നാൽ ഒറ്റ ദിവസം തണുപ്പുള്ളൂ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലൈമറ്റ് എന്ന് കോൾഡ് ക്ലൈമറ്റ് എന്ന് ആ സ്ഥലം വളരെ കോൾഡ് ക്ലൈമറ്റ് ആണ് എന്ന് പറയുമോ? അല്ലെങ്കിൽ വാം റീജിയൻ ആണ് എന്ന് പറയുമോ? ഒരു ദിവസമേ ഉള്ളൂ. പറയൂ, ഒറ്റ ദിവസമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ ഇല്ല, പറയില്ല അല്ലേ? എന്താ കാര്യം? ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് വൺ ഡേ, ഒരു ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് അന്നേരം നമ്മൾ പറയുന്നത് അന്നത്തെ വെദർ ഇറ്റ് ഈസ് വാം. ആ ദിവസത്തെ വെദർ എന്ന് പറയുന്നത് ഐദർ വി വിൽ സേ ദാറ്റ് ഇറ്റ് ഈസ് വാം ഓർ ഇറ്റ് ഈസ് കോൾഡ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ, പക്ഷേ ഞാൻ എന്നാൽ വേറൊരു എക്സാമ്പിൾ ചോദിക്കാം. അതായത് നമ്മൾ ഒരു 3 മാസത്തെ കണ്ടീഷൻ എടുക്കുന്നു, അതിൽ 2 മാസവും തണുപ്പാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് തണുത്ത സ്ഥലമാണെന്ന് പറയുമോ? ദി ക്ലൈമറ്റ് ദർ ഈസ് കോൾഡ്, അല്ലെങ്കിൽ വി വിൽ സേ ദാറ്റ് ദർ എക്സിസ്റ്റ് എ കോൾഡ് ക്ലൈമറ്റ്. 3 മാസത്തെ മാത്രമേ എടുക്കുന്നുള്ളൂ, അതിലെ 2 മാസവും തണുപ്പാണ്. അങ്ങനെ പറയും അല്ലേ? എന്താ കാര്യം? ബിക്കോസ് വി ആർ ആവറേജിങ്, നമ്മൾ ആവറേജ് എടുക്കുവാണ്. ഇത് 3 മാസം ഉള്ളതിൽ 2 മാസവും തണുപ്പെന്ന് പറയുമ്പോൾ മെജോറിറ്റി ഓഫ് ദി ടൈം ദാറ്റ് ഏരിയ ഈസ് ഹാവിങ് എ കോൾഡ് ക്ലൈമറ്റ്. ദെൻ യു വിൽ സേ ദാറ്റ് ഓർ കോൾഡ് വെതർ. കോൾഡ് വെതർ ആണ് എല്ലാ ദിവസവും, അല്ലെങ്കിൽ ആവറേജ് ചെയ്യുമ്പോൾ കോൾഡ് വെതർ ആണ് കൂടുതലെങ്കിൽ, then we will say that the climate there is it's a cold climate that is existing over the place. Okay, ഇത് മനസ്സിലായോ? ഇത് ക്ലിയർ ആയോ? ഓക്കെ, യെസ്. So that's the difference between weather and climate, and this also is a very sure question. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും ഈ ചോദ്യം കാണാം. ഡിഫറൻഷിയേറ്റ്, ദ ക്വസ്റ്റ്യൻ വിൽ ബി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്. വെതർ എന്താണെന്നും ക്ലൈമറ്റ് എന്താണെന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റഷ്യ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പറയും, വി സേ ദാറ്റ് ഇറ്റ്സ് എ കോൾഡ് റീജിയൻ. ഒരു കോൾഡ് റീജിയൻ ആണ്, ബിക്കോസ് ദെയർ എക്സിസ്റ്റ് എ കോൾഡ് ക്ലൈമറ്റ്. കോൾഡ് ക്ലൈമറ്റ് ആണ് അവിടെ ഉള്ളതെന്ന് പറയുന്നു. എന്താണ് കാരണം? റഷ്യയിൽ അപ്പോൾ അല്ലാതെ വാം സമയങ്ങൾ ഉണ്ടാവാറില്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മെജോറിറ്റി ഓഫ് ദി ടൈം. അപ്പോൾ കൂടുതൽ സമയത്തും, അതായത് ആകെ ഇപ്പോൾ ഒരു വർഷത്തിലെ കൂടുതൽ സമയങ്ങളിലും തണുപ്പാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ യു വിൽ സേ ദാറ്റ് ഇറ്റ്സ് എ കോൾഡ് റീജിയൻ. നമ്മളതിനെ ഒരു കോൾഡ് റീജിയൻ ആയിട്ട് പറയും. നമ്മളുടെ സ്ഥലം എയറിഡ് റീജിയൻ ആയിട്ട് പറയും. നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യാറ്. ആൻഡ് ദീസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ്. സമ്മർ ആണ്, ചിലടത്ത് വിൻ്റർ ആണ് എന്ന് പറയും, ചിലടത്ത് റെയിനി ആണ് എന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണയായിട്ട് പറയും ക്ലൈമറ്റിനെ പറ്റി. ഓക്കെ, so that's about the weather and climate. Then there's another term that is often used, which is called meteorology. Meteorology എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മിക്കവാറും കേൾക്കാറുണ്ട്. ഇതിൻ്റെ കറക്റ്റ് മലയാളം എന്താണെന്ന് ചോദിച്ചാൽ കാലാവസ്ഥാ ശാസ്ത്രം. ഇതാണ് ഈ മെറ്റീരിയോളജി എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനിയും എന്താണ് ഈ കാലാവസ്ഥാ ശാസ്ത്രം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഇപ്പോൾ എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? നിങ്ങൾ മെറ്റീരിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്ന് പറയുന്നത് എനിക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാമോ എന്ന് ചോദിച്ചാൽ, you can answer it like this. It's a scientific study of the atmosphere that focuses on weather processes and forecasting. അപ്പോൾ വെതർ പ്രോസസ്സിനെ പറ്റിയും അതേപോലെ വെതർ ഫോർകാസ്റ്റിനെയും പറ്റിയുള്ള പഠനം, അതിനെയാണ് വളരെ ശാസ്ത്രീയമായ പഠനത്തിനെയാണ് നമ്മൾ മെറ്റീരിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കാണാം. വാട്ട് ഈസ് മെറ്റീരിയോളജി? എന്താണ് മെറ്റീരിയോളജി എന്ന് പറഞ്ഞാൽ? അപ്പോൾ അതിനെ നമുക്ക് ഈ രീതിയിൽ പറയാം, ഇതൊരു ശാസ്ത്രീയമായ പഠനമാണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് എ സയൻറ്റിഫിക് സ്റ്റഡി. അതിനാണ് സയൻറ്റിഫിക് സ്റ്റഡി എന്ന് പറയുന്നത്, ശാസ്ത്രീയമായ പഠനത്തിനെയാണ്. ഓഫ് അറ്റ്മോസ്ഫിയർ, എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്? അറ്റ്മോസ്ഫിയറിനെ പറ്റിയാണ് പഠിക്കുന്നത്. എന്താണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, വെതർ ഫോർകാസ്റ്റിങ്ങിനെ പറ്റിയും അതേപോലെ വെതർ പ്രോസസ്സസിനെ പറ്റിയും പഠിക്കുന്നതിനെയാണ് നമ്മൾ മെറ്റീരിയോളജി എന്ന് പറയുക. ദെൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, അപ്പോൾ ക്ലൈമറ്റോളജിയും മെറ്റീരിയോളജിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഓക്കെ, ക്ലൈമറ്റോളജി എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റഡീസ് ദ ഫ്രീക്വൻസീസ് ആൻഡ് ട്രെൻഡ്സ് ഓഫ് ദോസ് സിസ്റ്റംസ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഫ്രീക്വൻസിയെയും അതിൻ്റെ ഉണ്ടാവാനുള്ള സാധ്യതകളെയും പറ്റിയും പറയുന്നതാണ് ക്ലൈമറ്റോളജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ക്ലൈമറ്റോളജിയിൽ ഒരു കാര്യം പറയാം. അതായത് ക്ലൈമറ്റോളജിയിൽ നമ്മൾ പറയുകയാണ്, എന്താ ഒരു ഇതിപ്പോൾ ഇത്ര സമയം മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കാലാവസ്ഥ ഇത്ര നാൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കും മഴ പെയ്യാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ക്ലൈമറ്റോളജി. ആൻഡ് വെൻ യു സ്റ്റഡി അബൌട്ട് ദി ഡിഫറെൻറ്റ് പ്രോസസ്സസിനെ പറ്റിയുള്ള വിശദമായ പഠനമൊക്കെ ആകുമ്പോൾ ആണ് നമ്മളതിനെ മെറ്റീരിയോളജി എന്ന് പറയുന്നത്. അതുപോലെ വെതർ ഫോർകാസ്റ്റിങ്ങും മെറ്റീരിയോളജിയിൽ ഉള്ളതാണ്. വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അടുത്ത 2 ദിവസം മഴയായിരിക്കും എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫോർകാസ്റ്റ് ആണ് ചെയ്യുന്നത്. എത്ര ദിവസത്തെയാണ്? അടുത്ത 2 ദിവസത്തെ ഫോർകാസ്റ്റ് ആണ്. അടുത്ത 2 ദിവസത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് നേരത്തെ പറയുകയാണ്. നേരത്തെ പറയുന്നതിനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു 2-3 മിനിറ്റിനുള്ളിൽ ഈ സെഷൻ തീരും. നിങ്ങളുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമയം എത്ര മണി വരെയാണ്? ഇന്നത്തെ ക്ലാസ് 10:30. ഓക്കെ, സോ നൗ ഇറ്റ് ഈസ് 10:26. അപ്പോൾ 10:26 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് എപ്പോൾ തീരുന്നോ അത്രയും നേരമുള്ളത് വെച്ച് തീർക്കാം. ആൻഡ് ബിഫോർ ഗോയിങ് ഓൺ ടു ദി എൻഡ്, ലെറ്റ് മീ വിഷ് യു എ വെരി ഹാപ്പി ഓണം ആൻഡ് എ വെരി സേഫ് ഓണം. നന്നായിട്ട് വളരെ സേഫായിട്ട് ഓണം വീട്ടിലൊക്കെ ആഘോഷിക്കുക. ഓക്കെ, then see we will complete this in that time. അപ്പോൾ ക്ലൈമറ്റോളജിയെ പറ്റിയും നമ്മൾ മെറ്റീരിയോളജിയെ പറ്റിയും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആൻഡ് when you can see certain people who are studying about climate and they are called climatologists. അവരെ നമ്മൾ climatologists എന്ന് പറയും. ഓക്കെ, yes, ഓണം വിഷസ് ആർ pouring in. So thank you everyone. എല്ലാവർക്കും
നന്ദി പറയുകയാണ്. ഓക്കെ. See here, it's a study of both nature of climates, local, regional, global, and the natural and human-induced factors that cause climate to change. അപ്പോൾ ക്ലൈമറ്റോളജിസ്റ്റ് എന്താ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിക്കുന്നത് എന്താ നേച്ചർ ഓഫ് ക്ലൈമറ്റ്. അപ്പോൾ ക്ലൈമറ്റിൻ്റെ രീതി എങ്ങനെയാണ്, ലോക്കൽ ക്ലൈമറ്റ് എങ്ങനെയാണ്, റീജിയണൽ ക്ലൈമറ്റ് എങ്ങനെയാണ്, ഇനി ആഗോളതലത്തിലുള്ള ക്ലൈമറ്റ് എങ്ങനെയാണ്, അതുപോലെ ഈ നാച്ചുറലായിട്ടുള്ള ഫാക്ടേഴ്സും ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ കാരണം ക്ലൈമറ്റിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു പഠന വിഷയമാണ് ക്ലൈമറ്റോളജിസ്റ്റിന്. അപ്പോൾ ക്ലൈമറ്റോളജിസ്റ്റ് പഠിക്കുന്നത് ക്ലൈമറ്റിൻ്റെ രീതി എങ്ങനെയാണെന്ന് പഠിക്കും, ഓരോ സ്ഥലത്തെയും മാറ്റം എന്താണെന്ന് പഠിക്കും, ഇനി ഒരു വലിയ റീജിയണിലെ മാറ്റം എന്താണെന്ന് പഠിക്കും, ഇനിയും ആഗോളതലത്തിലുള്ള മാറ്റങ്ങൾ എന്താണെന്ന് പഠിക്കും, പിന്നെ സ്വാഭാവികമായ മാറ്റങ്ങൾ, പ്രകൃതിയിൽ സ്വാഭാവികമായി വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് പഠിക്കും. അതേപോലെ മനുഷ്യൻ കാരണം ഈ ക്ലൈമറ്റിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, അങ്ങനെയുള്ള മാറ്റങ്ങളും പഠിക്കും. അപ്പോൾ അതിനെയെല്ലാം ആണ് ക്ലൈമറ്റോളജിസ്റ്റ് ശരിക്ക് പഠിക്കുന്നത്. ആൻഡ് ദിസ് is also a very important term, meteorology and climatology. You should be aware of the difference between these two. രണ്ടിൻ്റെ